ഹലോ ഗൈസ്, നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോയി തുടങ്ങാറായോ അതോ പോയി തുടങ്ങിയോ? പ്രീ സ്കൂള്, അംഗൻവാടി, പ്ലേ സ്കൂള്, LKG, UKG കിഡ്സിന്റെ പാരന്റ്സിന് എക്സ്ക്ലൂസീവ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കാണാം. ഞാൻ ഒരു പ്രവേശനോത്സവത്തിൽ ചീഫ് ഗസ്റ്റ് ആയി പോയപ്പോൾ അവിടെ ഡെലിവർ ചെയ്ത സ്പീച്ചിന്റെ ഒരു അംശം കൂടിയാണ് ഈ വീഡിയോ. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ശാരീരിക, മാനസിക, വൈകാരിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമുക്ക് പാരന്റ്സിന് ചെയ്യാൻ പറ്റിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ വീഡിയോ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ കാണുക. ഇനി നിങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ അറിയുന്ന പാരന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്കൂള് മഴക്കാലത്ത് തുറക്കുന്നത് കൊണ്ട് തന്നെ അസുഖങ്ങളുടെ ഒരു പെരും മഴക്കാലം കൂടെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വൈറസിന്റെയും ബാക്ടീരിയസിന്റെയും എക്സ്പോഷർ മഴക്കാലം ആയതുകൊണ്ട് കൂടുതലായിരിക്കും. അപ്പൊ കുട്ടികളെ നമ്മളുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തിയിട്ട് പറഞ്ഞയക്കുക എന്നുള്ളതാണ് അസുഖങ്ങൾ കിട്ടാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഫുഡിൽ കൂടെ ഈ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കൊടുത്തിട്ട് അവരുടെ പ്രതിരോധം കൂട്ടാൻ നോക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഫെർമെന്റഡ് ഫുഡ് ഉൾപ്പെടുത്തുക. ഫെർമെന്റഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ഇഡലി, ദോശ, റാഗി പൊടിച്ചിട്ടുള്ള റാഗി ദോശ പോലുള്ള ഒരു ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡ്, ഒരു തലേന്ന് പുളിപ്പിച്ച് വെച്ചിട്ടുള്ള മാവുള്ള ഫുഡുകൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ്. അതിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയ ചെറുപയർ, വൻപയർ, കടല പോലുള്ള വെജിറ്റബിൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറികൾ കൊടുക്കാം. അതുപോലെ തന്നെ മുട്ട കൊടുക്കാം, ചിക്കനോ ബീഫോ കൊടുക്കാം. അത്തരത്തില് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറിയും. ഇനിയിപ്പോ ഒരു സാമ്പാർ പറയുകയാണെങ്കിൽ സാമ്പാർ ഒരു നല്ല റെസിപ്പിയാണ്. കാരണം അതില് ഫൈബറും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. പരിപ്പുള്ളതുകൊണ്ട് പ്രോട്ടീനും ഉണ്ട്, ഈ വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് ഫൈബറും ഉണ്ട്. പിന്നെ ഒരു സാമ്പാറും ഇഡലിയൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഇഡലി ആകുമ്പോൾ പുളിപ്പിച്ച ഫുഡുമായി. അത്തരത്തിലൊരു ഫുഡ് രാവിലെ തന്നെ കുട്ടിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പാല്, ന്യൂട്ടെല്ല ഉള്ള സാധനങ്ങൾ, വെറും പാല് കുടിക്കുക, വെറും ബ്രെഡ് ന്യൂട്ടെല്ല മാത്രം കഴിക്കുക, എന്നിട്ട് കുട്ടീനെ വിടുക എന്നുള്ള ആ ഒരു ശീലം തികച്ചും തെറ്റാണ്. അത് നിർത്തുക. ഒരു സമ്പൂർണ്ണ ആഹാരം രാവിലെ തന്നെ കൊടുത്തു തുടങ്ങും. കുട്ടികളുടെ സ്നാക്ക് ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ ബേക്കറി ഐറ്റംസ് മാക്സിമം ഒഴിവാക്കുക. അത് നമുക്ക് കുക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു എളുപ്പത്തിലാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. അത്തരത്തിൽ നമുക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുക്ക് ചെയ്യേണ്ട, നമ്മളൊരു വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് വെക്കുക. അതായത് പേരക്ക, അല്ലെങ്കിൽ സ്ട്രോബെറി, ബെറീസ് വളരെ നല്ലതാണ്. പേരക്ക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുസമ്പി, ഓറഞ്ച് പോലുള്ള ഒരു ഫ്രൂട്ട് വെക്കുക. അതിൻ്റെ ഒപ്പം ഒരു 4 നട്ട്സ് വെക്കുക, 2-3 ഡേറ്റ്സ് വെക്കുക. അത്രയും മതി. വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് സ്നാക്ക് ബോക്സ് ആയത്. കുക്കിങ്ങും ചെയ്തിട്ടില്ല, നമ്മൾ പണിയെടുത്തിട്ടില്ല, എളുപ്പമല്ലേ ഇത്? അപ്പോൾ ഇനി സ്നാക്ക് ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. കുട്ടികൾ പെട്ടെന്ന് വളരുന്ന ഒരു ടൈമാണ് ഈ ടൈം. അപ്പോൾ അവരുടെ പല്ലുകൾക്കും എല്ലുകൾക്കും ഒക്കെ കാൽഷ്യത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ കാൽഷ്യം കിട്ടാൻ വേണ്ടിയിട്ടും വയറിന്റെ ആരോഗ്യത്തിനും തൈര് കൊടുക്കുന്നത് നല്ലതാണ്. ഉച്ചയ്ക്കത്തെ സമയത്തൊക്കെ ഒരല്പം തൈര് ഇതുപോലെ പാക്ക് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടാം. അതുപോലെ തന്നെ തൈരിൻ്റെ ഒപ്പം ഒരു വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ മിക്സഡ് വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപ്പേരിയും അല്പം റൈസും കൊടുത്താൽ മതി. ഒരുപാട് എണ്ണയും നെയ്യും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് വറുത്ത് റൈസ് ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾ ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്തോളൂ. റൈസിന്റെ അളവ് കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം കൊടുക്കുക, ഒരുപാട് കൊടുക്കാതിരിക്കുക. ജുവനൈൽ ഡയബറ്റീസും ഇപ്പോൾ കോമൺ ആണ്. അപ്പോൾ റൈസിന്റെ അളവ് വളരെ കുറച്ചിട്ട് പച്ചക്കറികൾ കൂട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടി എന്തായാലും നല്ല വിശപ്പായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഈ സമയവും ബേക്കറിയും ബാക്കിയുള്ള പാസ്ട്രീസ് ഒക്കെ മാറ്റിയിട്ട് ഹെൽത്തി ആക്കാൻ നോക്കുക. 1 ഗ്ലാസ് പാല്, 2 മുട്ട, ഒരു 200 ml ഒക്കെ പാല് മതിയാവും. 2 മുട്ട കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ വൈകിട്ടത്തെ അവന്റെ ആഹാരവും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ആഹാരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ക്ലിനിക്കിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് കുട്ടിക്ക് ഹൈറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല, ഭക്ഷണം ഒന്നും വായിൽ വെക്കുന്നില്ല എന്നൊക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് 95 to 105 സെന്റിമീറ്ററിന്റെ ഉള്ളിലും വെയിറ്റ് എന്ന് പറയുന്നത് 14 തൊട്ട് 18 കിലോ വരെയാണ്. ഗേൾസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു 0.5 ഒക്കെ കുറയും. അപ്പോൾ അത്രേ ഉള്ളൂ വേരിയേഷൻ. അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് കുട്ടികൾ ഉള്ളത് നമ്മൾ കൺഫേം ആക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വൈറ്റമിൻ എ ബൂസ്റ്റർ ഡോസ് കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കാൻ ശ്രദ്ധിക്കും.
ഈ പ്രായത്തിലുള്ള കുട്ടികൾ 800 മുതൽ 1.2 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ കഞ്ഞിക്കൂർക്ക, തുളസി പോലുള്ള സാധനങ്ങൾ, അയമോദകത്തിൻ്റെ ജീരകമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഗ്യാസും ഉണ്ടാവില്ല, കുടിക്കുന്ന വെള്ളവും ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആകും. അതേപോലെ തന്നെ നമുക്ക് ഈ ഇലക്കറികൾ ആഴ്ചയിൽ 3 ദിവസം ഉൾപ്പെടുത്താം. മുരിങ്ങയില, ചീരയില എന്നീ ഇലക്കറികളൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. 2 നെല്ലിക്ക കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് അവരുടെ ശോധനയ്ക്കും വയറിൻ്റെ ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. കുട്ടികൾ ഫോണ് ഈ ഒരു ഏജിൽ മാക്സിമം കൊടുക്കാതിരിക്കുക. ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ സ്ക്രീൻ ടൈം വളരെ ലിമിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു അരമണിക്കൂറിൻ്റെ അപ്പുറം ഒന്നും ഈ LKG പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ UKG പഠിക്കുന്ന കുട്ടിയൊന്നും ഫോണ് കാണേണ്ട ആവശ്യമില്ല. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫോണിൽ കാണുന്ന കണ്ടൻറ്റ്, നമ്മൾ വലിയവരുടെ യൂട്യൂബൊക്കെയാണ് കുട്ടികൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റിന് പല വ്യത്യാസത്തിലുള്ള കണ്ടൻറ്റ് ആയിരിക്കും, പല തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കുട്ടിക്ക് കിട്ടും. അത് ആവശ്യമില്ലാത്തതും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും കുട്ടികൾക്ക് വേഗം ചെന്നെത്തും. ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതോടുകൂടി അവരുടെ ഡോപ്പമിൻ ഇങ്ങനെ റിലീസ് ചെയ്ത് അവർ റീൽസിനൊക്കെ ഒരു അഡിക്റ്റഡ് ആകും. അപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും കുട്ടികളെ റീൽസ് പോലുള്ള സംഭവങ്ങൾ കാണിക്കരുത്. ജനറൽ ആയിട്ടുള്ള വീഡിയോസ് കാണിക്കുക. കുട്ടികൾ എന്ത് കാണുന്നു എന്നുള്ളത് പാരൻസ് നോട്ടീസ് ചെയ്തിട്ട് കാണിക്കാം. കുട്ടികൾക്ക് കാണിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള കാർട്ടൂൺസ്, ഗെയിംസ്, വയലൻസ് ഒക്കെ കുറഞ്ഞിട്ടുള്ള കാർട്ടൂൺസ് കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് കാണിപ്പിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അതേപോലെ തന്നെ കുട്ടികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും പാരൻസുമായിട്ടുള്ള ബോണ്ട് മെച്ചപ്പെടുത്താനും പിന്നെ കുട്ടികളുടെ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുമുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഈ പ്ലേലിസ്റ്റിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇനി ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. കുട്ടികളുടെ വീഡിയോസ് ഈ പ്ലേലിസ്റ്റിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.